പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയാൻ തക്കവണ്ണം ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയൊരു ചരിത്ര ഭാഗമായിരുന്നു പുറംജാതിക്കാരനായ കൊർന്നേലിയോസ് എന്ന മനുഷ്യൻ ക്രിസ്തുയേശുവിനെ ഏറ്റെടുക്കുവാൻ ഇടവന്നത്. പത്രോസിന്റെ ദർശനവും കൊർന്നേലിയോസിന്റെ ജീവിതത്തിൽ പത്രോസിനെ കണ്ടുമുട്ടുവാനുള്ള ഒരു ദൈവിക ആലോചനയെ നമുക്ക് കാണാൻ കഴിയും. ദൂതൻ കൊർന്നേലിയോസിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഏത് ജാതിയിലായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും, പ്രിയമുള്ളവരെ, യഥാർത്ഥ ദൈവത്തെ അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, കൊർന്നേലിയോസ് എന്ന മനുഷ്യൻ ഒരു ശതാധിപനായിരുന്നു. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്നൊരു പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവന്റെ പ്രത്യേകതയാണ്, അവൻ ഭക്തനായിരുന്നു. തന്റെ സകല ഗ്രഹത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്ന മനുഷ്യനായിരുന്നു അവൻ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ അടുക്കിലേക്ക്, മറ്റുള്ളവരെ സഹായിക്കുന്നവന്റെ അടുക്കിലേക്ക്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നവരുടെ അടുക്കിലേക്ക് യഥാർത്ഥ ദൈവത്തിന്റെ വെളിപ്പാട് ഒന്ന് പകരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നീ താഴെ നോക്കിക്കേ, 3-ാം വചനം, 10-ാം അധ്യായം 3-ാം വചനം. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഒരു ദൈവിക ദർശനത്തിലേക്ക്, പത്രോസിന് ദർശനം കിട്ടിയതുപോലെ ഒരു വലിയ ദൈവിക ദർശനത്തിലേക്ക് കൊർന്നേലിയോസിനെ കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കുക. തോൽക്കൊല്ലനായ ശിമിയോന്റെ ഭവനത്തിൽ പത്രോസ് ഉണ്ട്, ആളയക്കുക, പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, പത്രോസിന്റെ അടുക്കിലേക്ക് ദൈവം ഇവിടുന്ന് കൊർന്നേലിയോസിന്റെ അടുക്കൽ നിന്ന് ആളെ വിടുന്നതാ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ഒരു ഇടപെടൽ കണ്ടോ? നമ്മൾ ഏതവസ്ഥയിൽ ഇരുന്നാലും ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനുള്ള ഒരു വഴി ദൈവം തന്നെ തുറന്നു കൊടുക്കുന്നത് കാണാൻ കഴിയും. വെറും പുറംജാതിക്കാരനായ മനുഷ്യനെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാൻ ഇടവന്നെങ്കിൽ നമ്മൾ ഈ ഭൂലോകത്തെ, ഈ അഖിലാണ്ടത്തെ ഉരുവാക്കിയ ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടിയാ കാൽവരി ക്രൂശിൽ അവന്റെ ശരീരം കീറി മുറിക്കുവാൻ വിട്ടുകൊടുത്തത്. അല്ലാതെ ക്രിസ്ത്യാനികളായി കടന്നുപോയവർക്ക് മാത്രമല്ല പ്രിയമുള്ളവരെ. ഏത് മതത്തിൽപ്പെട്ടവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ. മതത്തിന്റെ ദൈവമല്ല യേശു. മനുഷ്യരെ രക്ഷയിലേക്ക്, കാണാതെ പോയവരെ തെരഞ്ഞെടുത്ത് രക്ഷിപ്പാൻ കടന്നു വന്ന മനുഷ്യപുത്രനായ യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്താലുണ്ടല്ലോ, കൊർന്നേലിയോസിന്റെ ഹൃദയം ദൈവസന്നിധി തുറന്നു കൊടുത്തപ്പോൾ കർത്താവ് പറയാണ്, നിന്റെ പ്രാർത്ഥന, നിന്റെ ദാനധർമ്മം, നിന്റെ എല്ലാം ഞാൻ കണ്ടു, നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഒറ്റ കാര്യമുണ്ട് നിന്റെ ജീവിതത്തിൽ, പത്രോസിനെ വിളിച്ചു വരുത്തണം. പത്രോസിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ച് നീ കേൾക്കണം. യേശുവിനെ കുറിച്ച് നീ കേൾക്കുമ്പോൾ നീ യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കുകയും യേശുവിൽ നീ ജീവിക്കുവാൻ ഇടവരും. പുറംജാതിക്കാരനെ ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നു ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവം അനേകരെ ഇടയാക്കി. കാരണം യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ വചനം ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ അന്തിമ ആഗതമാകുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ വചനം ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിൽ മാത്രമല്ല, ലോകത്തെല്ലാ ഇടങ്ങളിലേക്കും എത്തപ്പെടുവാൻ ദൈവം ഇടയാക്കുക. ഒന്നെങ്കിൽ ഓൺലൈനിലൂടെ കേൾക്കാൻ ഇടവരും. സുവിശേഷകർ കടന്നുപോയി പലയിടങ്ങളിലും കടന്നു ചെന്ന് യേശുവിന്റെ നാമം പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാൻ ഇടവരും.
അങ്ങനെ ദൈവവചനം അറിയിക്കുക. ഞാൻ അറിഞ്ഞ യേശുവിനെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അറിഞ്ഞ യേശുവിനെ മറ്റൊരാളോട് പറയുന്നു. അങ്ങനെ ഭൂലോകത്തെല്ലായിടത്തും ഈ സുവിശേഷം എത്തും. അപ്പോഴാണ് അന്ത്യം ആഗതമാകുന്നത്. കർത്താവ് വാനമേഘത്തിൽ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മഹാഹാകളത്തോടും കൂടെ കടന്നു വരുന്ന എന്തിനാ? ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന സന്ദേശം, ഈ അഭിഷേകം തന്നെ എന്ന വചന സന്ദേശം നമ്മൾ എല്ലാവരുടെയും അടുക്കിലേക്ക് എത്തപ്പെടാൻ ഇടവരണം. കേൾക്കുന്ന നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ശക്തിയും കൃപയും എല്ലാവരുടെയും മേലേക്ക് ഇപ്പോൾ തന്നെ പകരപ്പെടണം. ഈ വചനം കേൾക്കുന്നവർ ഇന്ന് ബലം പ്രാപിക്കണം. അഭിഷേകത്തിന്റെ കൃപ കൊണ്ട് നിറയപ്പെടണം. ദൈവശക്തിയാൽ നിറയണം. രോഗ പാപ ബന്ധനങ്ങൾ മുഴുവൻ വിട്ടുപോകണം. യേശുവിന്റെ മഹത്വം വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.